നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് മിറാക്കിൾ വേർഡ്സ് എന്നോ മാജിക് വേർഡ് എന്നോ അല്ലെങ്കിൽ സ്വിച്ച് വേർഡ്സ് എന്നോ പെട്ടെന്ന് സമ്പന്നരാകാനുള്ള വഴി, പ്രതിസന്ധികളെ പെട്ടെന്ന് അതിജീവിക്കാനുള്ള ഒരു മാർഗം. കാരണം ഒരുപാട് പ്രതിസന്ധികളുണ്ട്. കടമുള്ളവരുണ്ട്, കിട്ടാക്കടം, അതായത് മനസ്സറിയാതെ ചെന്ന് കടത്തിൽപ്പെട്ടി പണത്തിന് വേണ്ടിയിട്ട് ഇത്തിരി പൈസ എടുത്ത് കളിച്ച് അവസാനം അത് വലിയ കടമായി മാറി ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാതെ പ്രതിസന്ധിയിൽ പെട്ടുപോയ കടം കൊണ്ട് വലയുന്ന ഒരുപാട് പേര് എന്നെ കാണാൻ വരാറുണ്ട്. പല വഴികളും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്ഥലക്കച്ചവടം നടക്കാത്തവർ ഒരുപാട് പേരുണ്ട്. സ്ഥലമുണ്ട്, പക്ഷെ കോടീശ്വരന്മാരാണ്, പക്ഷെ പിച്ചക്കാരെ പോലെ ജീവിക്കുകയാണ്. കാരണം സ്ഥലം കച്ചവടം നടന്നാലല്ലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരുണ്ട് ഒരുപാട് പേര്. പിന്നെ കൊടുത്ത പണം ചിട്ടി വിളിച്ചുകൊണ്ട് പോയിട്ട് അടയ്ക്കായിക, അതുപോലെ തന്നെ അത്യാവശ്യത്തിൻ്റെ എന്ത് പലിശയായാലും കുഴപ്പമില്ല തന്നോളൂ, ആരോടെങ്കിലും മേടിച്ചു തരും, സ്വർണം ഒന്ന് മേടിച്ചു പണയം വയ്ക്കാൻ മേടിച്ചുകൊണ്ട് പോവുക ഒക്കെ ചെയ്തിട്ട് പൈസ കിട്ടാതെ വലയുന്ന ഒരുപാട് പേരെ എൻ്റെ ഈ ജ്യോതിഷ ജീവിതത്തിൽ എനിക്കറിയാം. ഞാനും അങ്ങനെ കെണിയിൽ പെട്ടുപോയ ഒരാളാണ്. അപ്പൊ അങ്ങനെ ഞാൻ എൻ്റെ അനുഭവമാണ് ഈ പറയുന്നത്. പല അബദ്ധങ്ങളും പല കഷ്ടപ്പാടുകളും വന്നതിന് ശേഷമാണ് ഞാൻ ഈ ജ്യോതിഷത്തിലേക്ക് തന്നെ വന്നത്. അതൊക്കെ ആ കഥകളൊക്കെ നിങ്ങൾക്ക് എല്ലാം അറിയാം. ഇപ്പോൾ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന സ്വിച്ച് വേർഡ്സ്. ജ്യോതിഷമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ഏതൊന്നിനെയും ജ്യോതിഷമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് പറയുന്നത്. സ്വിച്ച് ഇട്ടാല് ലൈറ്റ് കത്തും. പക്ഷെ ഇവിടെ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം തരുന്ന, പ്രകാശം തരുന്ന, നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു പുതു വെളിച്ചം തരാൻ പോകുന്ന കുറച്ച് വാക്കുകൾ. ആ വാക്കുകൾ എഴുതുകയോ പറയുകയോ ചെയ്യുമ്പോൾ നമുക്ക് വലിയ പണച്ചിലവില്ല. 1,00,000 രൂപയുടെ പൂജ, 50,000 പൂജ, 30,000 പൂജ, 10,000 പൂജ, ഇങ്ങനെ പൂജകൾ ചെയ്യാനൊന്നും പൈസ ഇല്ലാത്തവർ, നമ്മൾ പണം കൊടുത്തു പെട്ടുപോയവർ രക്ഷപ്പെടാനുള്ള ഒരു എളുപ്പമാർഗം. പക്ഷെ എളുപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ആവണമെന്നില്ല. ഇപ്പൊ തന്നെ ആവുകയും ചെയ്യാം. ഇപ്പൊ ലോട്ടറി, ഇപ്പൊ 4-ാം തീയതി ലോട്ടറി അടിച്ചു. അത് ഒരു കരുനാഗപ്പള്ളിക്കാരനാണ് പൂജാ ബെമ്പർ അടിച്ചത്. അദ്ദേഹം ഈ ബെമ്പർ ടിക്കറ്റ് മാത്രമേ എടുക്കുകയുള്ളായിരുന്നു. പക്ഷെ സ്ഥിരം ലോട്ടറി എടുക്കുന്നതായിരുന്നു. ചെറിയ ചെറിയ തുകകൾ അതിനു മുമ്പ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ അഭിമുഖത്തിലൊക്കെ കേട്ടു. അപ്പം അദ്ദേഹം ഇതുപോലെ എഴുതിയിട്ടുണ്ടെന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് എല്ലാവരുടെയും കാര്യങ്ങൾ അറിയില്ല. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ സാധിച്ച, നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ പകുതിയെങ്കിലും സാധിച്ച ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. 2024 ജനുവരി 23-ാം തീയതി പുലർച്ചെ, 22-ാം തീയതി പുലർച്ചെ എൻ്റെ ബാഗിൽ നിന്നും 16 പവന്റെ സ്വർണം പോയി. പക്ഷെ ഭാഗ്യമോ നിർഭാഗ്യമോ എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ 24-ാം തീയതി ഞാൻ കാനഡയ്ക്ക് തിരിച്ചു പോകേണ്ടി വന്ന സാഹചര്യത്തിൽ പല വഴികളും തേടി. ഒരു വഴി മാത്രമല്ല, മാഷാണി അമ്മയിൽ പോയി പ്രാർത്ഥിച്ചു, പല വഴികളിലും ഞാൻ പോയി. പക്ഷെ കാനഡയിൽ ചെന്നിട്ട് എനിക്ക് ഒരേ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സ്വിച്ച് വേർഡ് അത് എഴുതുക, പിന്നെ മൈത്രേയ മുഹൂർത്തത്തിൽ ചില വാക്കുകൾ എഴുതുക, കുറച്ച് പൈസ പേഴ്സിൽ എടുത്തു വെച്ചിട്ട്, കയ്യിൽ അവിടെ ഇന്ത്യൻ മണിയൊന്നും ഇല്ല, കിട്ടുന്ന പൈസ മക്കളോടൊന്നും പറയാനും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഞാൻ ആരോടും പറയാതിരുന്ന കാര്യം ഇപ്പോൾ അത് പകുതിയിലേറെ സാധിച്ചു കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇത് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ അനുഭവമാണ് അന്ന് ഞാൻ കേട്ട വീഡിയോയിലെ ആ വാക്കുകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുവാണ്. അന്ന് എനിക്ക് ആകെ എഴുതാനും വായിക്കാനും മാത്രമേ അറിയാവുള്ളൂ. എഴുതുക, പ്രാർത്ഥിക്കുക, മറ്റൊന്നും ചെയ്യാൻ കഴിയാതെ നിസ്സംഗയായി നിന്ന സമയത്ത് ഒരു പൂജയും പ്രാർത്ഥനയും അവിടെ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളേ അല്ല. കാരണം മരുമകള് മാസം തികഞ്ഞിരിക്കുന്നു, അവിടെ അധികം പൂജകളും, അവിടെ നോൺ വെജ് ഒക്കെ മേടിക്കുന്ന വീടാണ്. അപ്പൊ നമുക്ക് അങ്ങനെയൊന്നും മറ്റൊരു മോളുണ്ട്. അപ്പൊ അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് അവിടെ സൂര്യനെ കാണണമെങ്കിൽ പലപ്പോഴും പുലർച്ചെ ഒന്നും കാണാനും പറ്റില്ല. എന്നിരുന്നാൽ പോലും ഞാൻ
എപ്പോഴും വിഷമിക്കാതെ ഇരുന്ന് എഴുതുമായിരുന്നു. എഴുതുക എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഇതാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, 6 ലക്ഷമല്ല, ഒരു 12 ലക്ഷം നമഃശിവായ എഴുതിയിട്ട് ഞാൻ കാശിയിലും മറ്റുള്ളിടത്തും ഒക്കെ സമർപ്പിച്ചിട്ടുള്ള ഒരാളാണ്. നമഃശിവായ എഴുതുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ കാര്യമാണ്. വിദേശത്ത് പോയാൽ ഞാൻ കൂടുതൽ ചെയ്യുന്ന നമഃശിവായ എഴുതി അത് ബുക്കായിട്ട് കൊണ്ടുവന്ന് സമർപ്പിക്കലാണ് പതിവ്. അത് ഒരു പ്രാവശ്യം കാശിയിൽ സമർപ്പിച്ചിട്ടുണ്ട്, പല പ്രാവശ്യവും തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഇനി കാര്യത്തിലേക്ക് വരാനാണ്. സ്വിച്ച് വേർഡ്സ് എന്നാണ് പറയുക. സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ, നമ്മൾ കൊടുത്ത പണം തിരിച്ചു കിട്ടാൻ വഴിയില്ലാതെ വിഷമിക്കുമ്പോൾ അവരോട് ചോദിച്ചാൽ അവർ രക്ഷപ്പെട്ടിട്ടില്ല, അവർക്കും തരാൻ പറ്റാത്തവര് ചിലർ തന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിയും. പിന്നെ നമുക്കൊന്നും പറയാനില്ല, തെളിവുകളൊന്നുമില്ല. വാങ്ങിക്കാൻ വരുമ്പോൾ വളരെ കരഞ്ഞു പിടിച്ചു നമ്മളെ ദൈവമായി കണ്ടിട്ടാണ് ചോദിക്കുന്നത്. പക്ഷെ തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മൾ പിച്ചക്കാരി, നമ്മൾ കള്ളിയായി, അഹങ്കാരിയായി, പിന്നെ പല പേരുകളാവും. അതൊക്കെ പോട്ടെ, അതൊന്നും നമ്മളിപ്പോ കാര്യമായിട്ട് എടുക്കണ്ട. ഇപ്പോൾ നമ്മൾക്ക് എന്നെ പോലെ കടം വന്നവരുണ്ടെങ്കിൽ, മറ്റുള്ളവരെ സഹായിച്ച് കടം വന്നിട്ടുണ്ടെങ്കിൽ, സ്വന്തം ആർഭാടം കൊണ്ട് ആർഭാടമൊന്നും അല്ല, ജീവിക്കാനുള്ള മോഹം കൊണ്ട് ചിലപ്പോൾ ഒരു വലിയ പഴയ വീട് പൊളിച്ചിട്ട് പുതിയ വീട് പണിതിട്ടുണ്ടാവും, ഇത്തിരി സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിവ് കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ കടം വന്നപ്പോൾ ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നു. ജപ്തി ഭീഷണിയില്, മരണഭീഷണിയിലൊക്കെ ഉള്ളവർക്ക് രക്ഷപ്പെടാനുള്ള വഴി, കടം കൊണ്ട് അല്ലെങ്കിൽ മറ്റ് പ്രതിസന്ധികൾ കൊണ്ട് ജീവിതം തന്നെ നഷ്ടപ്പെടുമെന്ന അവസ്ഥയിലുള്ളവർക്ക് കിട്ടാക്കടം കിട്ടാനായി ലോട്ടറിയെ മാത്രം ആശ്രയിക്കുന്ന, കേരളത്തിലെ ലോട്ടറികളെ കൂടാതെ ദുബായ് ലോട്ടറികള്, അതുപോലെ ജാക്ക്പോട്ട് കിട്ടും, അങ്ങനെ പല പ്രതീക്ഷകളിലുള്ളവർക്ക് പൂജയും മന്ത്രവും ഒന്നുമില്ലാതെ എന്നാൽ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ചില പ്രത്യേക ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥന തുടങ്ങിയാൽ അതിന് പ്രത്യേക ഫലം കിട്ടും. ഏത് നക്ഷത്രക്കാർക്കും ഡിസംബർ മാസത്തിൽ 2 പ്രധാന ദിവസങ്ങൾ ഇനിയുണ്ട്. മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്ന മുഹൂർത്തമുണ്ട്, കടം മാറാനുള്ള മുഹൂർത്തം. അപ്പൊ ആ മുഹൂർത്തത്തിൽ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ഗുരുവായൂർ ഏകാദശി ദിവസം വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. ഡിസംബർ 26-ാം തീയതിയാണ്. അപ്പൊ ആ ഡിസംബർ 26-ാം തീയതി തുടങ്ങാം. അല്ല, ഇനിയിപ്പോ അടുത്ത ദിവസം തന്നെ വേണമെങ്കിൽ നമുക്ക് തുടങ്ങാം. ഓരോ ദിവസത്തിനും ഓരോ പ്രാധാന്യമുള്ള ദിവസങ്ങളായതുകൊണ്ട് ധനുമാസത്തിലായാലും ഈ വൃശ്ചികം അവസാനിക്കുമ്പോഴായാലും 2025 ജനുവരിക്ക് മുമ്പായി എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ നമുക്ക് 24-ൽ തന്നെ തുടങ്ങണം. അപ്പൊ നിങ്ങൾ മനസ്സിൽ കണ്ട് ഒരു ദിവസം നമുക്ക് തുടങ്ങാം. ഏറ്റവും പ്രാധാന്യമായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അപ്പൊ അതിന് ഒന്നും വേണ്ട. സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത് സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും. പക്ഷെ ആ ലൈറ്റ് നമ്മുടെ വിശ്വാസമാണ്. അതിലൂടെ ആ സ്വിച്ച് ഇടുമ്പോൾ അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് പാസ് ചെയ്യുമ്പോഴാണല്ലോ ലൈറ്റ് കത്തുന്നത്. ആ കറണ്ട് നമ്മുടെ വിശ്വാസമാണ്. എൻ്റെ അവസാനത്തെ വഴിയാണ്. എനിക്ക് ഈ ഒരു വഴിയല്ലാതെ ഇനി ഒരു വഴിയില്ല. ഇത് നമ്മൾ പല കാര്യങ്ങൾ പറയുമ്പോഴും പറയൂട്ടോ. എന്നാലും ഏത് കാര്യത്തിലാണ് ഫലിക്കാൻ നമുക്കറിയില്ല. എന്തായാലും ഈ പറയാൻ പോകുന്ന സ്വിച്ച് വേർഡ് പറയുമ്പോഴും നമ്മൾ പറയണം, ഇതെൻ്റെ ഒരു പ്രതീക്ഷയാണ്, ഇത് നടക്കുമെന്നുള്ള എൻ്റെ വിശ്വാസമാണ്, ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. എനിക്ക് ഏതെങ്കിലും രീതിയിൽ നല്ല രീതിയിൽ ഇപ്പം ഞാൻ എടുത്ത ലോട്ടറി എല്ലാ ദിവസവും 40 രൂപയ്ക്ക് കേരളത്തിലാണെങ്കിൽ ലോട്ടറി ഉണ്ട്. മറ്റ് രാജ്യങ്ങളിലൊക്കെ ചിലയിടത്തൊക്കെ കാനഡയിലൊക്കെ ലോട്ടറി ഉണ്ട്. അത് ആഴ്ചയിൽ ഒരു ദിവസമുണ്ട്. അതുപോലെ തന്നെ ദുബായിലൊക്കെ ആണെങ്കിൽ ബിഗ് ടിക്കറ്റ് എന്ന് പറഞ്ഞ ലോട്ടറി ഉണ്ട്. അപ്പം ലോട്ടറി സംവിധാനമാവാം, മറ്റെന്തെങ്കിലും പൈസ കിട്ടാനുള്ള വഴികളാവും. നമ്മൾ അധ്വാനിക്കാം, കൂടുതൽ ഓവർ ടൈം വർക്ക് ചെയ്യാം. അപ്പം ചിട്ടികൾ ചേരാം. എന്ത് തരത്തിലായാലും നമുക്ക് പണം വന്നു ചേരണം. നമ്മുടെ സ്ഥലമെല്ലാം കൊടുക്കാനുള്ള കച്ചവടം എല്ലാം നല്ല രീതിയിൽ നടന്ന്, സ്ഥലക്കച്ചവടം നടന്ന് നമ്മളുടെ കടം വീട്ടാം. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ഇത് നടക്കുന്നവരുണ്ട്, എന്താണ് ഓഹരി ട്രേഡിങ് നടത്തുന്നവരുണ്ട്. അപ്പൊ അതിലൂടെ അധികം പണം വരാം. ഏത് രീതിയിലാണെങ്കിലും അത് ഓരോരുത്തർക്ക് അവരവരുടെ വഴി, പൈസ വരാനുള്ള വഴി എന്താണെന്ന് അവരവർ ആലോചിച്ച് വെച്ചുകൊണ്ട്
കടം എന്ന വാക്ക് നെഗറ്റീവ് വാക്സ് പറയണ്ട. നമുക്ക് എപ്പോഴും ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് എന്നാ പറയുക. അതായത് ധനം അധികമായിട്ട് ഇങ്ങനെ പണമഴ പെയ്യണം, പണം ഇങ്ങനെ വന്നു ചേരണം, പണം ഇങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള അത്രയും പണം നമ്മളിലേക്ക് വന്നിങ്ങനെ ലക്ഷ്മി ദേവിയുടെ ധനകുംഭത്തിൽ നിന്ന്, ആ കുടത്തിൽ നിന്ന് ഇങ്ങനെ ധനം ചൊരിയണ പോലെ, സ്വർണ്ണ നാണയം ചൊരിയുന്നത് പോലെ പണമഴ പെയ്ത് നമ്മൾക്ക് കിട്ടാനുള്ള പണം മുഴുവൻ വന്നു ചേർന്ന് നമ്മളുടെ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ്, നമ്മളെല്ലാ ആഗ്രഹവും സാധിക്കുന്നതായിട്ട് മനസ്സിൽ കാണണം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഫ്ലാറ്റ് മേടിക്കണം എന്നായിരിക്കും, ചിലപ്പോൾ കാറ് മേടിക്കണം എന്നായിരിക്കും, ചിലപ്പോൾ സ്വർണം വാങ്ങണം എന്നായിരിക്കും, ചിലപ്പോൾ ബാധ്യതകളെല്ലാം, ബാധ്യത എന്ന് പറയണ്ട, സാമ്പത്തിക ഇത് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്, സാമ്പത്തികമായ ഒരു അനുഗ്രഹം നമുക്ക് വന്നു ചേരണം. അതിനായിട്ട് പറയേണ്ടത് എല്ലായിടത്തും സൂര്യനുണ്ട്. സൂര്യൻ ഉദിക്കാത്ത ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, അത് വേണ്ട, എന്നാലും അവിടെ ഒരു സങ്കല്പമുണ്ട്. അപ്പൊ എല്ലാവരും ഗോൾഡൻ സൺറൈസ്, ഗോൾഡൻ സൺറൈസ്, ഗോൾഡൻ സൺറൈസ് ഇങ്ങനെ പറയാം. ഗോൾഡൻ സൺറൈസ്, അതായത് ഉദയ സൂര്യൻ. സൂര്യൻ എല്ലാ ദിവസവും എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഉദിക്കുന്നതായി നമ്മൾക്കൊരു അത് സങ്കല്പമാണ്. അപ്പൊ ആ സൂര്യൻ ഉദിച്ചു വരുന്ന സൂര്യനെ നമ്മൾ ആ പുലർച്ചെ ഉദയ സൂര്യനെ മനസ്സിൽ കണ്ടുകൊണ്ട്, സൂര്യൻ ഉദിക്കുമ്പോൾ ആ ആകാശഭാഗ്യമൊക്കെ ഒരു റെഡിഷ് കളർ, ഒരു യെല്ലോയിഷും റെഡിഷും കൂടിയുള്ള ആ സൂര്യൻ, ഉദയ സൂര്യനെ ഇങ്ങനെ മനസ്സിൽ കണ്ട് ആ സൂര്യന്റെ കിരണങ്ങൾ നമ്മളിലേക്ക് പതിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് ഗോൾഡൻ സൺറൈസ്, ഗോൾഡൻ സൺറൈസ്, ഗോൾഡൻ സൺറൈസ്, ഗോൾഡൻ സൺറൈസ് ഇങ്ങനെ പറയാ. ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് സ്കൂളില്, മകന്റെ കുട്ടിയെയും കൊണ്ട് അവിടെ സ്കൂളിലേക്ക് കുറച്ച് ദൂരം നടന്നു പോകണം. ആ നടന്നു പോകുന്ന വഴിക്കാണ് ഈ സൂര്യനെ കാണാം. അപ്പൊ ഒക്കെ ഞാനിങ്ങനെ ഗോൾഡൻ സൺറൈസ്, ഗോൾഡൻ സൺറൈസ്, ഗോൾഡൻ സൺറൈസ് ഇങ്ങനെ പറയുമായിരുന്നു. വീട്ടിൽ വന്നാൽ ഉടനെ തന്നെ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ഒരു പേജ് നിറയെ 2 വരിയാക്കി, 2 പകുക്കും, ഒരു പേജ് ഇങ്ങനെ പകുത്തിട്ട് ഗോൾഡൻ സൺറൈസ്, ഗോൾഡൻ സൺറൈസ്, ഗോൾഡൻ സൺറൈസ് നിറച്ചെഴുതും. കുഞ്ഞു ബുക്കാണെങ്കിൽ ഒരു വരി നിറച്ചെഴുതും, വലിയ ബുക്കാണെങ്കിൽ 2 പാതിയാക്കിയിട്ട് ഗോൾഡൻ സൺറൈസ്, ഗോൾഡൻ സൺറൈസ്, ഗോൾഡൻ സൺറൈസ് എഴുതും. ഒരു പേജ് നിറച്ചെഴുതി കഴിയുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ എൻ്റെ നഷ്ടപ്പെട്ട സ്വർണ്ണം എല്ലാം ഇങ്ങനെ തിരിച്ചു കിട്ടണം. അപ്പൊ ഞാൻ നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചു കിട്ടണമെന്നല്ല, എനിക്ക് ആ സ്വർണം ഇങ്ങനെ വന്നു ചേരുന്നത്, പുതിയ പുതിയ സ്വർണ്ണാഭരണങ്ങൾ ഞാൻ ഇങ്ങനെ വാങ്ങി എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്ന, എനിക്ക് പുതിയ പുതിയ ആഭരണങ്ങൾ വന്നു ചേരുന്നതായിട്ട് ഞാൻ ഇങ്ങനെ ഫീൽ ചെയ്തു. നഷ്ടപ്പെട്ട ആ നഷ്ടം എന്ന് ഞാൻ ചിന്തിച്ചില്ല. അതെന്റെ ജീവൻ നഷ്ടപ്പെട്ട സമയത്ത് അതങ്ങ് നഷ്ടപ്പെട്ടു എന്നേ ഉള്ളൂ. എൻ്റെ ജീവനേക്കാൾ വലുതായ എന്തോ ഒന്ന് നഷ്ടപ്പെടേണ്ടി വന്നു എന്നേ ഞാൻ ചിന്തിച്ചുള്ളൂ. പക്ഷെ അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ടവരുടെ ആരുടെയെങ്കിലും വിയോഗം വരുന്നതിനേക്കാൾ ഭേദമാണല്ലോ ഇതെനിക്ക് സംഭവിച്ചതെന്നേ ഞാൻ ചിന്തിച്ചുള്ളൂ. എന്തായാലും എനിക്ക് അങ്ങനെ സ്വർണം ഇങ്ങനെ വന്നു ചേരുന്നത് ഞാൻ ഭാവനയിൽ കണ്ട് 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 1 ദിവസം 2 ദിവസം 3 ദിവസം ഒന്നല്ല, കുറേ കാലം അങ്ങനെ മെയ് മാസത്തിൽ ഞാൻ കാനഡയിൽ നിന്ന് തിരിച്ചു വന്ന് അധികം ദിവസത്തിനുള്ളിൽ എനിക്ക് നല്ല ഒരു റിപ്ലൈ കിട്ടി. അധികം താമസിയാതെ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളുടെ ഒരു പകുതി ഭാഗം നടന്നു കിട്ടുകയും ചെയ്തു. ഇത് ഒരു വാക്കല്ല, ഇത് ഒരിടത്തുമല്ല, ഒരു പ്രാവശ്യവുമല്ല, പല പ്രാവശ്യം പല ടെക്നിക്കുകളിലൂടെയാണ് ഇത് എനിക്ക് സാധിച്ചത്. ഞാൻ എല്ലാ ടെക്നിക്കിനും നന്ദിയാണ് പറയുന്നത്. അധികം പണച്ചിലവില്ലാതെ ഞാൻ ചെയ്ത ആ തന്ത്രം ഫലിച്ചത് കൊണ്ടാണ് ഞാൻ താങ്ക്സ് ടു യൂണിവേഴ്സ്, എനിക്കിത് നടത്തി തന്നതിന്. പ്രപഞ്ചം എല്ലാം ഉള്ളതാണ്, യൂണിവേഴ്സിൽ എല്ലാം നിറഞ്ഞിരിക്കുകയാണ്. ചോദിക്കാനാ പറയുന്നത്, ചോദിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ തരുന്ന. അപ്പൊ പ്രപഞ്ചത്തിൽ ഞാൻ കണ്ട ദൈവം സൂര്യനാണ്. സൂര്യഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് രാവിലെ സൂര്യഭഗവാൻ, അതുപോലെ അസ്തമിക്കുമ്പോഴും അതെ, വൈകുന്നേരം കൊച്ചിനെ വിളിച്ചുകൊണ്ടിരുമ്പോഴൊന്നും സൂര്യൻ കാണില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ ഇങ്ങനെ ഗോൾഡൻ സൺറൈസ് ഉദയ സൂര്യനെ തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം, പല നാളുകളിൽ നാട്ടിൽ വന്നിട്ടും ഞാനത് തുടർന്നിരുന്നു. ഇന്നും ഞാൻ എഴുതുന്നുണ്ട്. ആവശ്യങ്ങൾ മാറി മാറി വരും. ഇപ്പം വേറെ ആവശ്യങ്ങളാണെന്ന് മാത്രം. പക്ഷെ എപ്പോഴും ഇത് എഴുതുമ്പോൾ ഒരു പവർ നമ്മളിൽ വന്നു ചേരും. സൂര്യൻ എന്ന് പറഞ്ഞ രാശിചക്രത്തിന്റെ, സോഡിയാക്കിന്റെ കേന്ദ്ര ബിന്ദുവാണ്. സൂര്യൻ പ്രകൃതി ശക്തിയിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അച്ഛനാണെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ജന്മം നൽകിയ എൻ്റെ അച്ഛനെ പോലെ ഞാൻ ഏറ്റവും അധികം വിശ്വസിക്കുന്ന ശിവഭഗവാനെ പോലെയാണ് സൂര്യഭഗവാൻ. അപ്പൊ ഗോൾഡൻ സൺറൈസ് എന്നൊരു വാക്ക് നമ്മളെ രക്ഷിക്കും. ഇനി ഇതല്ലാതെയും വാക്കുകളുണ്ട്. ഇനി വേണമെങ്കിൽ പിന്നെയും ഒരു വാക്കും കൂടി ഞാൻ
എപ്പോഴും എഴുതുമായിരുന്നു സ്പീഡ് വുൾഫ് ബ്രിങ് അമേസിംഗ് ജാക്ക്പോട്ട് 520 എന്ന്. സ്പീഡ് SPEED എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് എഴുതേണ്ടത്. ഗോൾഡൻ സൺറൈസ് എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതണം. ഏത് പേന കൊണ്ടും എഴുതാം, ഏത് ബുക്കിലും എഴുതാം. ഇത് എഴുതിയ ബുക്കിൽ തന്നെ പിറ്റേ ദിവസം നമുക്ക് രാവിലെ ഗോൾഡൻ സൺറൈസ് എഴുതിയിട്ട് വൈകുന്നേരം ആവുമ്പോൾ സ്പീഡ് വുൾഫ് ബ്രിങ് അമേസിംഗ് ജാക്ക്പോട്ട് 520. 520 എന്ന് പറയുന്ന വാക്കിന് ഭയങ്കര പ്രാധാന്യമാണ്. സ്പീഡ് വളരെ ചീറ്റപ്പുലിയുടെ വേഗത്തിൽ, സ്പീഡ് അതിവേഗത്തിൽ, പെട്ടെന്ന്. അപ്പൊ സ്പീഡ് വുൾഫ് WOLF എല്ലാം വേറെ വേറെ വാക്കുകളാണ്, പക്ഷെ ഒറ്റ വരിയിൽ എഴുതണം. സ്പീഡ് വുൾഫ് ചെന്നാൽ ചീറ്റപ്പുലിയെ പോലെ അതിവേഗത്തിൽ, ബ്രിങ്സ് കൊണ്ടുവരുന്നു എന്ത്? അമേസിംഗ് ജാക്ക്പോട്ട്, ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്ര കണ്ണഞ്ചിപ്പിക്കുന്ന സ്വർണ്ണ കൂമ്പാരം, സ്വർണ്ണ നാണയങ്ങളുടെ ഒരു കൂമ്പാരം, അല്ലെങ്കിൽ പണത്തിന്റെ ഒരു കെട്ടുകൾ, ഇങ്ങനെ ധനം ഇങ്ങനെ ചാക്കിൽ ഇങ്ങനെ വന്നിങ്ങനെ കുടഞ്ഞു കുടഞ്ഞു കൊടുന്നിടുന്നതായിട്ട് നമുക്ക് കിട്ടിയതാണ്, നമ്മളെ നേടിയെത്തിയതാണ്, നമ്മൾക്ക് ഭഗവാൻ തന്നത് തന്നെയാണ്. അപ്പൊ സ്പീഡ് വുൾഫ് ബ്രിങ് അമേസിംഗ് ജാക്ക്പോട്ട് 520 എന്ന് പറഞ്ഞാൽ 5 എന്ന് പറഞ്ഞാൽ വ്യാഴം, ദൈവാധീനം, ഗുരുത്വം, നമ്മളിലേക്ക് പണം ഒഴുകിയെത്തി. മഹാവിഷ്ണുവിലൂടെ മഹാലക്ഷ്മി വന്നെത്തി. 2 എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയുന്നത് ജ്യോതിഷപ്രകാരം ധനം വരുന്ന ധനഭാവമാണ്, വാക്കിന്റെ സ്ഥാനമാണ്. അപ്പൊ എന്റെ പ്രാർത്ഥനയിലൂടെ ഞാനിങ്ങനെ പറഞ്ഞതിലൂടെ ആവശ്യത്തിലധികം, എനിക്ക് ആവശ്യത്തിനും ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ്, എനിക്ക് വേണ്ടതിലും അധികം പണം വന്നു ചേർന്നു. ഞാൻ എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. സ്പീഡ് വുൾഫ് ബ്രിങ് അമേസിംഗ് ജാക്ക്പോട്ട് 520 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു വേർഡാണ്. വെറും 20, 0 എന്ന വാക്കിന്റെ ഇപ്പുറത്തിങ്ങനെ സംഖ്യകൾ ചേർന്ന് വരുമ്പോഴാണ് ഇത് ആ 0ത്തിന് മൂല്യം വരുന്നത്. സംവൃതം വെറും ഒരു വൃത്തമാണ്, പക്ഷെ പൂർണ്ണത, ആ 0ത്തിന് വലിയൊരർത്ഥമുണ്ട്, പൂർണ്ണത. അതിൻ്റെ ഇപ്പുറത്തെ സംഖ്യകൾ ഇട്ട് ഇടതുവശത്തിട്ടാലും വലതുവശത്തിട്ടാലും മൂല്യമുണ്ട്. വലതുവശത്തിടുമ്പോൾ മൂല്യം കുറവാണെങ്കിൽ ഇടതുവശത്തിടുമ്പോൾ വലിയ വലിയ മൂല്യങ്ങളാണ്. അപ്പോൾ 520 എന്ന വാക്ക്, ഈ സ്പീഡ് വുൾഫ് ബ്രിങ് അമേസിംഗ് ജാക്ക്പോട്ട് 520 എന്ന ആ വാചകം ഒരു പേജ് നിറച്ചെഴുതുക. അപ്പൊ രാവിലെ ഗോൾഡൻ സൺറൈസ് എഴുതിയാൽ അപ്പൊ മനസ്സ് മുഴുവൻ ആ ഉദയസൂര്യനിലാണ് നിൽക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ പണത്തിന്റെ പുറകെ ഓടുകയാണ്. ഇന്നത്തെ രാത്രി ഉറങ്ങണമല്ലോ, നഷ്ടപ്പെട്ടിരിക്കല്ലേ, എങ്ങനെ കിടന്നാൽ ഉറക്കം വരും. അപ്പൊ ഉറങ്ങണതിന് മുമ്പായിട്ട് പണം ഇങ്ങനെ കൊണ്ടുവരുന്ന, കാട്ടി ചെന്നാൽ നമുക്ക് ആവശ്യത്തിനുള്ള പണവുമായിട്ട് ഇങ്ങനെ വരുന്നതായിട്ട് നമ്മളിങ്ങനെ മനസ്സിൽ ഭാവിച്ച് തഴം കഴിഞ്ഞ് ഉറങ്ങും. അപ്പോഴും അവർ പേജ് നിറച്ചെഴുതും. പറയാവുന്ന അത്രയും പ്രാവശ്യം ഗോൾഡൻ സ്പീഡ് വുൾഫ് ബ്രിങ് അമേസിംഗ് ജാക്ക്പോട്ട് 520, സ്പീഡ് വുൾഫ് ബ്രിങ് അമേസിംഗ് ജാക്ക്പോട്ട് 520 ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. പിന്നെ അവിടെ ലോട്ടറി, കാനഡ ലോട്ടറി ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഉണ്ട്. 6 നമ്പറാണ്. അതിൽ ചില നമ്പരൊക്കെ ശരിയായി കിട്ടും. ഫസ്റ്റും സെക്കൻഡും ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും ചെറിയ ചെറിയ ഇത് കിട്ടിയാൽ $20, $50 അങ്ങനെ കുറച്ചൊക്കെ കിട്ടുമ്പോൾ നമുക്ക് പിന്നെയും പ്രതീക്ഷയാണ്. അപ്പോഴും നമ്മൾ വീണ്ടും പറയും. ഇപ്പൊ ഇനി നമുക്ക് പൂജാ ബെമ്പർ കഴിഞ്ഞു. ഇനിയിപ്പൊ നമ്മൾ കേരളീയർക്ക് അടുത്ത ഒരു ബെമ്പറിന് വേണ്ടിയിട്ട്, നമ്മൾ ക്രിസ്മസ് ബെമ്പറിന് വേണ്ടിയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പൂജാ ബെമ്പർ കരുനാഗപ്പള്ളിക്കാരന് കിട്ടി, സന്തോഷം. ഇനി നമുക്ക് അടുത്ത ബെമ്പർ വരുന്നതിന് മുമ്പ് ഇപ്പോഴേ പ്രാർത്ഥിച്ചു തുടങ്ങാം. പൂജ കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ടാണ് പൂജാ ബെമ്പർ വന്നത്. അപ്പൊ ക്രിസ്മസ് കഴിഞ്ഞിട്ട് 2025 ആയിരിക്കാം ക്രിസ്മസ് ബെമ്പർ വരുന്നത്, പുതുവത്സരം അതൊക്കെ വരുന്നതാണ്. എന്നോ ആവട്ടെ, ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പേ നമ്മൾ പറഞ്ഞില്ലേ, സമ്പത്ത് കാലത്ത് കാപത്ത് വച്ചാൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ നമ്മൾ ആ ബെമ്പറിന് വേണ്ടിയിട്ട് ഒരുക്കം ചെയ്യാം. അതിന് നമ്മൾക്ക് ചെയ്യാവുന്ന ഒരു വാക്കാണ്, നമുക്ക് എപ്പോഴും പറയാവുന്ന ജാക്ക്പോട്ട്. ജാക്ക്പോട്ടാണ്, ഒരു വൻ തുകയാണ്. ജാക്ക്പോട്ട് ജാക്ക്പോട്ട് എന്ന് എഴുതിയിട്ട് JACKPOT S/bonus B.
ബോണസ് കഴിഞ്ഞിട്ട് വെറും ബി അല്ല, ബി, പ്രതീക്ഷ, ടു ബി എന്ന് നമ്മൾ പറയില്ലേ, ബോണസ് ബി. അപ്പൊ നമ്മുടെ മനസ്സിൽ ഒരു വലിയ ജാക്ക്പോട്ട് എന്ന സ്വപ്നം. കേരളീയരെ സംബന്ധിച്ച് കേരളത്തിലുള്ളവർ മാത്രമൊന്നും അല്ല കേട്ടോ കേരള ലോട്ടറി എടുക്കാറ്. ഈ ശബരിമലയ്ക്ക് വരുന്ന മുഴുവൻ അയ്യപ്പന്മാര് ശബരിമല തൊഴുതിട്ട് പോകുമ്പോ ബെമ്പർ എടുക്കാറുണ്ട്. അപ്പം അവരെടുക്കാം. മറ്റിപ്പോ ഒരു പ്രാവശ്യം എടുത്ത കർണാടകയിൽ എങ്ങോട്ടുള്ളവർക്കാണ്. ഇനിയിപ്പോ ഇത് കേരളത്തിലെ മാത്രമൊന്നും അല്ല, ഇനി ഇതുപോലെ ചിട്ടികളുണ്ട്, ട്രേഡ് മാർക്കറ്റിംഗ് ഉണ്ട്, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പണം വരാനുള്ള വഴികളുണ്ട്. വലിയ വലിയ സ്ഥല കച്ചവടങ്ങളുണ്ട്. അപ്പൊ എന്ത് വലിയ വലിയ ബിസിനസ്സുകളുണ്ട്. നല്ല രീതിയിൽ സ്ഥലം കച്ചവടം ചെയ്ത് നമ്മൾ ആ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്തെ പൈസ കിട്ടിയാൽ അതും സന്തോഷം തന്നെയല്ലേ. അപ്പൊ അതൊരു ജാക്ക്പോട്ട് തന്നെയാണ്. ജാക്ക്പോട്ട് എസ്, ബോണസ് ബി, അതും എഴുതാം നമുക്ക്. അപ്പൊ ഈ മൂന്നും കൂടി ഒന്നിച്ച് ഒരേ സമയം എഴുതരുത്. കാരണം ഗോൾഡൻ സൺറൈസ് എഴുതുമ്പോൾ അതിന്റെ ആ ഗോൾഡൻ സൺറൈസിന്റെ ഒരു ഓറം ഇങ്ങനെ നിൽക്കുന്ന പറയുന്നത്. നമ്മൾ ഏത് വാക്ക് പറയുമ്പോഴും അവിടെ ആ വാക്കിന് കുറേ ഒരു ശക്തിയുണ്ട്. ആ ശക്തി അവിടെ നിലനിൽക്കുന്ന സമയത്ത് അടുത്തതും കൂടി പറയരുത്. രാവിലെ നമ്മൾ എപ്പോഴും ഗോൾഡൻ സൺറൈസ് പറയുക, അത് എഴുതുക. ഉച്ചയ്ക്ക് സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എന്തു പറയാം, ഈ വേണമെങ്കിൽ ജാക്ക്പോട്ട് പറയാം, ജാക്ക്പോട്ട് പറയാം, ജാക്ക്പോട്ട് എസ്, ബോണസ് ബി, അത് പറയാം. കാരണം ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ സന്തോഷത്തോടുകൂടി അപ്പോഴത്തേക്കും വേറൊരു ഇതായി ആ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാൻ പോണതിന് ഉച്ചയുറക്കമല്ല. ജോലി ചെയ്യുന്നവരാണെങ്കിൽ ആ ജോലി സമയത്തിന് തൊട്ട് മുമ്പ് ഒരു പ്രാവശ്യം ഒരു കുഞ്ഞു പേജ് ബുക്കിൽ കുറച്ച് പ്രാവശ്യം എഴുതുക, അല്ലെങ്കിൽ കുറച്ച് പ്രാവശ്യം പ്രാർത്ഥിക്കുക. ജാക്ക്പോട്ട് എസ്, ബോണസ് ബി, ജാക്ക്പോട്ട് എസ്, ബോണസ് ബി എന്ന് പറയുന്ന അത് എഴുതുക. വൈകുന്നേരം ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഒരു നല്ല സുന്ദര സ്വപ്നത്തിന് മാത്രമേ നമ്മളെ ഉറക്കാൻ പറ്റുള്ളൂ. കാരണം നാളെ കടക്കാർ ചോദിക്കുമ്പോൾ മറുപടി പറയാനില്ല. എല്ലാവരുടെയും പൈസ കൊടുക്കേണ്ടവരുടെ മുഖം കാണാനുള്ള ഒരു വിഷമം. ആരും ചോദിച്ചിട്ടല്ലെങ്കിൽ പോലും നമ്മൾക്കറിയാമല്ലോ നമ്മൾ കൊടുക്കേണ്ടതല്ലേ. അപ്പൊ അതുകൊണ്ട് അപ്പൊ നമ്മള് സ്പീഡ് വോൾഫ് ബ്രിങ് അമേസിംഗ് ജാക്ക്പോട്ട് 520 ഇങ്ങനെ 3 എണ്ണം നിങ്ങൾക്ക് എന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് വേണമെങ്കിൽ ഇത് കേൾക്കുന്ന അന്നു മുതൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒരു മരുന്ന് കഴിക്കുന്നത് പോലെ എഴുതുകയും പറയുകയും ചെയ്യും. ഒരേ ബുക്കിൽ തന്നെ എഴുതാം. നീലമഷി കൊണ്ട് എഴുതാം, പച്ചമഷി കൊണ്ട് എഴുതാം, പീരീഡ്സ് ടൈമിൽ എഴുതാം, ചിക്കൻ കഴിച്ചിട്ടോ വട്ടം കഴിച്ചിട്ടോ. ഇതൊന്നും ദൈവവുമായിട്ട് കണക്റ്റഡ് അല്ല, പ്രപഞ്ചവുമായിട്ട് കണക്റ്റഡ് ആണ്. യൂണിവേഴ്സിൽ എല്ലാം ഉണ്ട്. അപ്പൊ യൂണിവേഴ്സിറ്റ് അവിടെ ആണെന്നോ പെണ്ണെന്നോ പീരീഡ്സ് എന്നോ എങ്ങനെ ഒന്നുമില്ല. പൊലയും വാലായും ഒന്നുമില്ല, ജാതിയുമില്ല, മതവുമില്ല, ഒന്നുമില്ല. ആകെ പുരുഷൻ, മനുഷ്യൻ എന്ന ഒരാള്. ഈ കടവും ധനവും ഒക്കെ ഉള്ളത് ഇമോഷണലായ വിചാരങ്ങളുള്ള മനുഷ്യന് മാത്രമാണ് പൈസയുടെ ആവശ്യമുള്ളത്. അവർക്ക് അവരുടെ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ, പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഒരു മാർഗം പണച്ചിലവില്ലാതെ തൻ്റെ ബുദ്ധിയിൽ തൻ്റെ അല്പസമയം മാത്രം ചിലവഴിച്ചുകൊണ്ട് 24 മണിക്കൂറുള്ളതിൽ ഒരു 3 hours അല്ലെങ്കിൽ ഒരു മൊത്തം 1.5 മണിക്കൂർ, രാവിലെ ഒരു 30 minutes, ഉച്ചയ്ക്ക് ഒരു 30 minutes, വൈകിട്ടൊരു 30 minutes, 3 നേരം ഭക്ഷണം കഴിക്കുന്നതിനെടുക്കുന്ന 15 മിനിറ്റ് കൊണ്ട് ഭക്ഷണം കഴിക്കുന്നെങ്കിൽ നമ്മളത് ഒരു 25 മിനിറ്റ് ഉണ്ടാക്കുക. 10 മിനിറ്റ് കൂടുതലൊന്നും വേണ്ട ഗോൾഡൻ സൺറൈസ് എഴുതാൻ. തീർച്ചയായും ഫലങ്ങൾ നിങ്ങൾ യൂട്യൂബിൽ തന്നെ അറിയിക്കൂ. പുതുവർഷം ഏറ്റവും നല്ലതായി തീരും. ഇപ്പോൾ തന്നെ തുടങ്ങിക്കോളും. ഡിസംബർ നമ്മൾ 7-ാം തീയതി, 8-ാം തീയതി, 10-ാം തീയതിക്ക് മുമ്പായി ഇത് തുടങ്ങുമ്പോൾ ഏറ്റവും നല്ല ശുഭമായ ദിവസം നമുക്ക് ഉണ്ടാവട്ടെ. എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് വന്നു ചേരട്ടെ. ദൈവാധീനം പൂർണ്ണമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.